നല്ല കൃപയാകുന്നു. മനുഷ്യരുടെ നിന്ദാവിഷയവും ജനങ്ങളുടെ പരിഹാസപാത്രവുമാകുന്നു. വികൃതമായ ആംഗ്യങ്ങളോടെ അവർ തലയാട്ടി. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ദുരിതം അടുത്തെത്തിയിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം ഏറാറായി അവർ എന്നെ തുറിച്ചു നോക്കി. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, അങ്ങയ്ക്ക് വേണ്ടി അവർ നറുക്കിട്ടു. കർത്താവേ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാകിയായ എന്നെ നായ്ക്കളിൽ നിന്ന് മോചിപ്പിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അഹങ്കാരിയുടെ മുമ്പിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. ദരിദ്രന്റെ നിലവിളി അവിടുന്ന് നിരസിച്ചില്ല, അവിടുന്ന് നിർദ്രവിച്ചില്ല. അവിടുന്ന് അവനിൽ നിന്നും മുഖം തിരിച്ചില്ല. അവൻ വിളിച്ചപ്പോൾ അവിടുന്ന് ശ്രവിച്ചു. വലിയ സമൂഹത്തിൽ എന്റെ നാമം അങ്ങയുടെ പക്കൽ നിന്നാകുന്നു. ഭക്തർ കാണെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവിടുത്തെ സ്തുതിക്കും. സംതൃപ്തരായി എന്നേക്കും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവിടുത്തെ പക്കലേക്ക് തിരിയട്ടെ. തലമുറകളെല്ലാം തിരുമുൻപിൽ പ്രണമിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം കർത്താവിന്റേതാകുന്നു, ജനതകളുടെ അധിപനും അവിടുന്നാകുന്നു. ദിവസം മുഴുവൻ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു, എന്നും അങ്ങയുടെ നാമം പ്രകീർത്തിച്ചു. ഇപ്പോൾ അങ്ങ് ഞങ്ങളെ വിസ്മരിച്ചു, ഞങ്ങൾ ലജ്ജിതരാകാൻ ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം അങ്ങ് പുറപ്പെട്ടില്ല. പിന്തിരിഞ്ഞോടാൻ ഞങ്ങൾക്കിടവരുത്തി ശത്രുക്കൾ ഞങ്ങളെ കൊള്ളയടിച്ചു. കൊലയ്ക്കുള്ള ആളുകളെ പോലെ അങ്ങ് ഞങ്ങളെ അവർക്ക് നൽകി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു. സ്വന്തം ജനത്തെ വിലയില്ലാതെ വിറ്റു. അവരുടെ വില അങ്ങ് വർദ്ധിപ്പിച്ചില്ല. അയൽക്കാർക്ക് ഞങ്ങളെ പരിഹാസ വിഷയമാക്കി. ചുറ്റുമുള്ളവർക്ക് ആക്ഷേപമാക്കി. ജനപദങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ പഴമൊഴിയാക്കി. ജനപദങ്ങൾക്കിടയിൽ അവഹേളിതരാക്കി. ദിവസം മുഴുവൻ ഞാൻ അപമാനിതനാകുന്നു. ലജ്ജ എന്റെ മുഖം ആവരണം ചെയ്തു. നിന്ദകന്റെയും ദൂഷകന്റെയും സ്വരമുയരുന്നു. പ്രതികാരം ചെയ്യുന്ന ശത്രു എന്റെ മുൻപിൽ. ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു, എങ്കിലും ഞങ്ങൾ അങ്ങേ മറന്നില്ല. അങ്ങയുടെ ഉടമ്പടി ഞങ്ങൾ ലംഘിച്ചില്ല. പിന്നോട്ട് ഞങ്ങൾ തിരിഞ്ഞില്ല. അങ്ങയുടെ മാർഗത്തിൽ നിന്നും മാറിയില്ല. വീണ്ടും അങ്ങ് ഞങ്ങളെ എളിമപ്പെടുത്തി മരണത്തിന്റെ ഇഴലിൽ മൂടിക്കളഞ്ഞു. എന്നിട്ടും അങ്ങയുടെ നാമം ഞങ്ങൾ വിസ്മരിച്ചില്ല. അന്യദേവന്മാരുടെ നേർക്ക് കൈനീട്ടിയില്ല. ഇതെല്ലാം പരിശോധിക്കുന്നത് ദൈവമാകുന്നു.
ഹൃദയവിചാരങ്ങൾ അവിടുന്ന് അറിയുന്നു. അങ്ങേ പ്രതി അനുദിനം ഞങ്ങൾ വധിക്കപ്പെടുന്നു. അറുക്കാനുള്ള ആടുകളെ പോലെ ഗണിക്കപ്പെടുന്നു. കർത്താവേ, ഉണരണമേ, ഉറങ്ങരുതേ. ഞങ്ങളെ ഓർക്കണമേ, മറക്കരുതേ. തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിക്കരുതേ. ഞങ്ങളുടെ താഴ്ചയും ഞെരുക്കവും മറക്കരുതേ. ഊഴിയോളം ഞങ്ങൾ താങ്ങിയിരിക്കുന്നു. ഉദയം നിലത്തുള്ളിച്ചേർന്നു പോയി. കർത്താവേ, കാരുണ്യപൂർവ്വം എഴുന്നേൽക്കണമേ. ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ ചവിട്ടി മെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരെ പ്രബലപ്പെടുന്നു. രാവും പകലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അവിടുന്ന് ഞാൻ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അവർ ദിവസം മുഴുവനും എനിക്കെതിരായി ആലോചിക്കുന്നു. എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അപായപ്പെടുത്താൻ ഒടുവിൽ കാത്തിരിക്കുന്നവരെ പോലെ അവരുടെ കാൽപ്പാടുകൾ നിരീക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ പറഞ്ഞു. ജനതകളോടുള്ള കോപത്തിൽ അങ്ങ് അവരെ വിധിക്കണമേ. ദൈവമേ, എന്റെ വിശ്വാസം ഞാൻ അങ്ങയെ അറിയിച്ചു. എന്റെ കണ്ണീർ കണങ്ങൾ തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവരെ ഇടപ്പെടുത്തണമേ. എന്റെ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിയട്ടെ. ദൈവം എന്നോട് കൂടെയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു. ദൈവത്തിൽ സമാശ്രയിക്കുന്നു. അങ്ങേക്കുള്ള വീഴ്ചകൾ ഞാൻ നിറവേറ്റും. കൃതജ്ഞതയോടെ ഞാൻ ബലിയർപ്പിക്കും. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങേ അവഗണിക്കുന്ന മനുഷ്യരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ ഉന്നതവും ഭാഗ്യപൂർണവും പരിശുദ്ധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രക്തസാക്ഷികളുടെ മരണദിനത്തിൽ അവരുടെ ജീവിത ബലി സ്വീകരിച്ച മിശിഹായി ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിൽ നിന്ന് രൂപം കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ശക്തനായ കർത്താവേ, അങ്ങേ കൂടാരം എത്ര മനോഹരമാകുന്നു. കർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങളടച്ചിടുമേ. പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമേറും ധൂപം പോൽ കൈകൊണ്ടരുളേണം. പരിമളമേറും ധൂപം പോൽ കൈകൊണ്ടരുളേണം. പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹാ കർത്താവേ, നരകുലരക്ഷകരേ, ഞങ്ങളടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളവിയലും രൂപം പോൽ കൈകൊണ്ടരുളേണം. പരിമളവിയലും രൂപം പോൽ കൈകൊണ്ടരുളേണം. ഞങ്ങൾക്ക് വേണ്ടി മുറിവുകളേറ്റ് കുരിശിൽ സ്വയം ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. നിന്റെ ദാരുണമായ മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിച്ചുവല്ലോ. നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിന് മരിച്ചവരായ പരിശുദ്ധാത്മാവിൽ പുതുജീവൻ പ്രാപിക്കുന്നതിനൊപ്പം നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവരെ നിങ്ങൾ ധൈര്യമവലംബിക്കുവിൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനം സർവേശ, പരിപാവനം ബലവാനേ, പരിപാവനം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനം സർവേശ, പരിപാവനം ബലവാനേ, പരിപാവനം
പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അവിടുന്ന് വിളിച്ചു, അബ്രാഹം. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവൻ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരൂ. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രാഹം, അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കുമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബർഷബയിലേക്ക് പോയി. അബ്രാഹം ബർഷബയിൽ പാർത്തു. ദൈവമായ കർത്താവിന് സ്തുതി. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെയും ഭയപ്പെടണം. മറഞ്ഞിരിക്കുന്ന പരിശോധിക്കുന്ന ദൈവമേ, തിരുമുൻപിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവിന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുൻപിൽ ഞാൻ പരിഭ്രമിക്കണം? ദുഷ്ടരും എതിരാളികളും വിരോധികളും എന്നെ വിഴുങ്ങാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ എന്റെ സ്വരം ശ്രവിച്ച് എന്നിൽ കനിയണമേ. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നു.
എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടണം? മറഞ്ഞിരിക്കുന്നവർ പരിശോധിക്കുന്ന ദൈവമേ, തിരുമുൻപിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. രണ്ടാം വായന. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 52-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശ്രയിക്കണമേ. എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യന്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവനെ ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമകൾ പാടുന്നു, താഴ്വണങ്ങുന്നു. കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും ദുർഭാഗ്യം സ്തുതിയുണ്ടാകട്ടെ. കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം
അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് മിശിഹ പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കുവാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവത്തിന്റെ കൃപയും ഈശോ മിശിഹ എന്ന മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജനങ്ങൾക്കു ജീവനേകാം സർവേശ്വരൻ ഭൂവിൽ വന്നു. സർവേശ്വരൻ ഭൂവിൽ വന്നു. കുരിശാനാഥൻ തീർത്തുലോകം വിനയാനാഥൻ ചേർത്തുലോകം വിനയാനാഥൻ ചേർത്തുലോകം.
പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനോട് അരുളി ചെയ്തു നീയല്ലോ വത്സലപുത്രൻ. ഞാനെന്തിനിടക്കി ജന്മം ചോദിക്കുക നീ എന്നോടെന്തും. ധരയുടെ അതിരുകളിൽ കീഴാകും ജനതകളഖിലും നിന്നവകാശം. അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ, മത്തായി, യോഹന്നാൻ എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ചരിത്രമാണ് തുടർന്ന് വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഇരുന്നുകൊണ്ട് ഈ പീഡാനുഭവ ചരിത്ര വിവരണത്തിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുൾ ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗെത്സമൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുൾ ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കും. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അനന്തരം ഈശോ പത്രോസിനെയും സെബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുൻപോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു.